CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കടങ്ങോട് പഞ്ചായത്ത് മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച ഫാമുകളിൽ പന്നികളുടെ ദയാവധം ആരംഭിച്ചു. ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെയും കടങ്ങോട് പഞ്ചായത്തിന്റെയും വെറ്റിനറി ആശുപത്രിയുടെയും നേതൃത്വത്തിലാണ് കള്ളിംഗ് ഓപ്പറേഷൻ നടത്തിയത്. പൊന്നിയൂർക്കുളം ചമ്മനൂർ മാഞ്ചിറ പാലത്തിന്റെ അരിക് ഇടിഞ്ഞതിനെ തുടർന്ന് വടുതല ആറ്റുപുറം PWD റോഡിൽ ഭാഗികമായി വാഹനഗതാഗതം നിരോധിച്ചതായി അധികൃതർ അറിയിച്ചു. ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് വിലക്കില്ല. വിദ്യാർത്ഥികളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ അധ്യാപകൻ അറസ്റ്റിൽ. മലപ്പുറം വാണിയമ്പലം മടശ്ശേരി സ്വദേശി ഇരട്ടപ്പിലാക്കൽ വീട്ടിൽ 23 വയസ്സുള്ള മുൻസാഫിറിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവതിയുടെ പരാതിയിൽ ബസ് കണ്ടക്ടറെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിലോടുന്ന PVT ബസ്സിലെ കണ്ടക്ടർ തിച്ചൂർ സ്വദേശി 40 വയസ്സുള്ള അനൂപാണ് അറസ്റ്റിലായത്. മങ്ങാട് നിന്ന് വടക്കാഞ്ചേരിയിലേക്കുള്ള യാത്രക്കിടയിൽ കണ്ടക്ടർ യുവതിയോട് മോശമായി പെരുമാറിയെന്നും ലൈംഗികാതിക്രമം നടത്തിയെന്നുമാണ് പരാതി. ഒരുമനയൂരിൽ ലഹരി ഉപയോഗം പോലീസിൽ അറിയിച്ചതിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ 2 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മുത്തമ്മാവ് സ്വദേശികളായ തേർവീട്ടിൽ ശ്രീരാഗ്, അടിയാര വീട്ടിൽ പ്രജിത്ത് എന്നിവരെയാണ് ചാവക്കാട് SHO VV വിമലന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി പതിയാരത്ത് കുളത്തിൽ കുളിക്കുന്നതിനിടയിൽ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. ഇരിങ്ങപ്പുറം സ്വദേശി രാമനത്ത് വീട്ടിൽ 71 വയസ്സുള്ള ജലീലാണ് മരിച്ചത്. നെല്ലുവായി മുല്ലക്കൽ ക്ഷേത്രത്തിന് സമീപമുള്ള ബന്ധുവീട്ടിൽ എത്തിയതായിരുന്നു. പതിയാരം പുത്തൻകുളത്തിൽ കുളിക്കാനിറങ്ങി മറുകരയിലേക്ക് നീന്തുന്നതിനിടയിൽ ശരീരം കുഴഞ്ഞ് വെള്ളത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു. വാദ്യകലാപ്രമുഖൻ പെരിങ്ങോട് മധുപ്പുള്ളി സ്വദേശി പേരടിപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. ചേലക്കര മാധവൻകുട്ടിയുടെ പഞ്ചവാദ്യ സംഘത്തോടൊപ്പം മഹാരാഷ്ട്രയിൽ വിവിധ സ്ഥലങ്ങളിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ച് മടങ്ങുന്നതിനിടെ ട്രെയിനിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ആധുനിക നിരീക്ഷണ ക്യാമറ വെച്ചിട്ടും ഫലമുണ്ടായില്ല. കടവല്ലൂർ പാടശേഖരത്തിൽ വീണ്ടും മാംസാവശിഷ്ടങ്ങൾ തള്ളി. ക്യാമറ പരിശോധിച്ച് സാമൂഹിക വിരുദ്ധരെ കണ്ടെത്തണമെന്ന ആവശ്യം പഞ്ചായത്ത് അധികൃതർ പരിഗണിച്ചില്ലെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ക്രിസ്മസ് കരോൾ റോഡ് ഷോ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കടവല്ലൂർ കല്ലുംപുറത്ത് കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. കരിക്കാട് സ്വദേശികളായ 3 യുവാക്കൾക്ക് സാരമായി പരിക്കേറ്റു. പരിക്കേറ്റവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വാർഡിലെ വോട്ടർമാർക്ക് നന്ദി സൂചകമായി പച്ചക്കറി തൈകൾ നൽകി നിയുക്ത മെമ്പർ CV ധനേഷ്. ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പറാണ് ധനേഷ്. പാലയൂർ ഫൊറോനയിലെ വാഴപ്പള്ളി തറവാട്ട് കൂട്ടായ്മയുടെ പ്രഥമ സംഗമം ഡിസംബർ 21 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആർത്താറ്റ് ഹോളിക്രോസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് സംഗമം. ചാവക്കാട് നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്ന അശാസ്ത്രീയമായ ദിശാബോർഡുകൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് SDPI മുനിസിപ്പൽ കമ്മിറ്റി പോലീസിൽ പരാതി നൽകി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.